മകന്റെയും കുടുംബത്തിന്റെയും ഭദ്രതയ്ക്ക് വേണ്ടിയാണ് ജിനു നാടും നാട്ടുകാരെയും ബന്ധുക്കളെയും വിട്ട് കുവൈത്തിലേക്ക് പോകുന്നത്. ജോലി ചെയ്ത് മകന്റെയും കുടുംബത്തിന്റെയും ഭദ്രത ഉറപ്പാക്കുക എന്ന ലക്ഷ്യമായിരുന്നു വിമാനം കയറുമ്പോൾ ജിനുവിനുണ്ടായിരുന്നത്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ എല്ലാം കണക്കുകൂട്ടുകളും തെറ്റുന്ന അവസ്ഥയിലായിരുന്നു. ഏജൻസിയുടെ ചതിയിൽ നിന്നും അവിടുത്തെ ജയിലിലേക്ക് മാറുമ്പോൾ ജിനുവിന് ഒന്നു മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ: നാട്ടിൽ എങ്ങനെയെങ്കിലും തിരിച്ചെത്തുക, മകനെയും ഭർത്താവിനെയും കുടുംബത്തിനെയും ഒരു നോക്ക് കാണുക. ആരുടെയൊക്കെയോ കരുണ കൊണ്ട് തിരികെ നാട്ടിലെത്തിയ ജിനുവിന് പക്ഷേ കാത്തിരുന്നത് മകന്റെ വിയോഗ വാർത്തയാണ്. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ കണ്ണുനീർ കണ്ടുനിൽക്കാനാകാതെ വിതുമ്പുകയാണ് ഇടുക്കി അണക്കരയിൽ ഗ്രാമവാസികൾ ഇപ്പോഴും. മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനാണ് അമ്മ ജിനു വിമാനം കയറിയത്. പക്ഷേ തിരിച്ചെത്തുമ്പോൾ കണ്ടത് ജീവനറ്റു കിടക്കുന്ന പൊന്നു മകനെ. എല്ലാവരും എല്ലാം മറച്ചു വെച്ചില്ലേ എന്നോട്? ഒരു വാക്ക് ആരും പറഞ്ഞില്ലല്ലോ. അവൻ വണ്ടിയെടുത്തോ അമ്മേ? എന്താണ് സംഭവിച്ചത്? നെഞ്ചു പൊട്ടിക്കരുന്ന ജിനുവിനോട് എന്തു മറുപടി പറയണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. യാത്രക്കൊടുവിൽ വീടടുക്കുമ്പോഴാണ് ഷാനറ്റിന്റെ വിയോഗത്തെക്കുറിച്ച് അമ്മ അറിഞ്ഞത്. വിമാനം ഇറങ്ങിയ ഉടനെ തന്നെ അമ്മ ഷാനറ്റിനെ തിരയുന്നുണ്ടായിരുന്നു. ബന്ധുക്കളെ കണ്ട സന്തോഷമുണ്ടെങ്കിലും അവരുടെ കണ്ണുകൾ ഷാനറ്റിനെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. എന്താണ് എൻ്റെ കുഞ്ഞിന് പറ്റിയത്? ആരെങ്കിലും ഒന്ന് പറ എന്ന് അലമുറയിട്ട ജിനുവിനോട് അവൻ കൂട്ടുകാരെ കാണാൻ പോയതാണ് മോളെ എന്ന് മാത്രം ആരോ പറഞ്ഞു. അവൻ വണ്ടിയെടുത്താണോ പോയത് എന്ന് ജിനുവിൻ്റെ ചോദ്യത്തിനു മുമ്പിൽ ആർക്കും ഉത്തരമില്ലാതായി. 2.5 മാസം മുൻപാണ് ജിനു കുവൈത്തിലെ ഒരു വീട്ടിൽ കുഞ്ഞിനെ നോക്കുന്ന ജോലിക്ക് പോയത്. എന്നാൽ അവിടെ വീട്ടുജോലിയും ചെയ്യേണ്ടി വന്നു. ജോലിഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം അവിടെ തുടരാൻ പറ്റാത്ത സ്ഥിതിയിലായി. വാഗ്ദാനം ചെയ്ത ശമ്പളവും ജിനുവിന് കിട്ടിയില്ല. ഇത് ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്ത് തടവിലാക്കി. ജിനു വരാനിരിക്കുന്നതിന്റെ പിറ്റേ ദിവസമാണ് ഷാനറ്റ് വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. ജിനുവിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങിയെങ്കിലും കോവിഡ് മാർഗനിർദ്ദേശങ്ങളും പൊതു അവധിയുമെല്ലാം പ്രതികൂലമായി. മക്കൾക്കുള്ള സമ്മാന പൊതികളുമായാണ് ആ അമ്മ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയത്. അവരെ ഒരു നോക്ക് കാണാനാണ് കാത്തിരിക്കുന്നത്. ജീവിതകാലം മുഴുവൻ അനുഭവിച്ചാലും തീരാത്ത വേദനയാണെന്ന് ജിനു അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 17-ാം തീയതിയായിരുന്നു ആ സംഭവം. അണക്കര ചൊല്ലാൻ കോവിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ച് 17 വയസ്സുകാരനായ ഷാനറ്റ് ഷൈജു മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് അമ്മ വിദേശത്ത് നിന്നും എത്തുവാൻ കാത്തു. കഴിഞ്ഞ 7 ദിവസമായി മോർച്ചറിയിൽ കിടക്കുകയായിരുന്നു ഷാനറ്റിന്റെ മൃതദേഹം. 3 മാസം മുൻപ് കുവൈത്തിലേക്ക് പോയ ജിനുവിന് പറഞ്ഞിരുന്ന ജോലിക്ക് പകരം കഠിനമായ മറ്റു ജോലിയാണ് ചെയ്യേണ്ടി വന്നത്. അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ഏക മകന്റെ ഭൗതിക ശരീരം അമ്മയ്ക്ക് ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന ആശങ്കയിലായിരുന്നു അണക്കര വെള്ളയറയിലെ ഷൈജുവും ബന്ധുക്കളും. മകൻ മരിച്ച വിവരം പറഞ്ഞിരുന്നില്ല. നാട്ടിലെത്തിയതിനു ശേഷമാണ് ജിനു മകന്റെ വേർപാട് അറിയുന്നത്. അണക്കര കൊടുംവേലിക്കുളത്ത് അലങ്കി ഷിജുവും അപകടത്തിൽ മരിച്ചിരുന്നു. കഷ്ടപ്പാടുകൾ സഹിച്ചു മടുത്തു. എത്രയും പെട്ടെന്ന് നാടണിയാൻ വെമ്പുമ്പോഴും മകൻ ആവശ്യപ്പെട്ട സമ്മാനം കൊണ്ടുവരാൻ ജിനു മറന്നിരുന്നില്ല. ഷാനറ്റിന്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു സ്മാർട്ട് വാച്ച്. അതുകൂടാതെ ടീഷർട്ടും ചോക്ലേറ്റും എല്ലാം പൊന്നുമകനു വേണ്ടി ജിനു കൊണ്ടുവന്നിരുന്നു. ഈ സമ്മാനങ്ങൾ കൂട്ടിവെച്ചാണ് ഷാനറ്റിനെ അവർ യാത്രയാക്കിയത്.